പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ അഖിൽ മഞ്ചേരി. A+ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2025 SSLC അടിസ്ഥാന പാഠാവലി പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട് എല്ലാ പാഠഭാഗങ്ങളുടെയും ചെറിയ ആശയം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഈ പാഠഭാഗങ്ങൾ വളരെ കൃത്യമായും നിങ്ങൾ പഠിച്ചിരിക്കണം. നമുക്ക് നേരിട്ട് SSLC അടിസ്ഥാന പാഠാവലിയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ ഒരു പ്രവേശക പ്രവർത്തനത്തിലൂടെയാണ് മലയാളം അടിസ്ഥാന പാഠാവലി ആരംഭിക്കുന്നത്. ആ പ്രവേശക പ്രവർത്തനം എഴുതിയത് D. വിനയചന്ദ്രനാണ്. വേരുകൾ എന്നതാണ് കഥ. അപ്പം ആദ്യത്തെ ചോദ്യം ഇത് തന്നെയാണ്. വേരുകൾ എന്ന കഥ എഴുതിയത് ആര് എന്ന ചോദ്യം അവിടെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ ഉത്തരത്തിൽ D. വിനയചന്ദ്രനാണ് വേരുകൾ എന്ന കഥ എഴുതിയത് എന്ന് നിങ്ങൾ സാമാന്യമായി മനസ്സിലാക്കണം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2 മാർക്കിൻ്റെ ചോദ്യം ആ ഭാഗത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വേരുകൾ എന്ന കഥ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അല്ലെങ്കിൽ അതിൻ്റെ ആശയം ഞാനൊന്ന് പറയാം. കുട്ടി അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഈ വൃക്ഷങ്ങളൊക്കെ വീഴാതെ നിൽക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പം അമ്മ കുട്ടിയോട് മറുപടി പറയുന്നു, ഈ വൃക്ഷങ്ങൾ വീഴാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവയ്ക്ക് ഭൂമിയിൽ വേരുകളുണ്ട് എന്നതാണ് എന്ന് അമ്മ മറുപടി പറയുന്നുണ്ട്. തിരിച്ച് കുട്ടി ചോദിക്കുന്നുണ്ട്, നമ്മളും ഈ ഭൂമിയിൽ വീഴാതെ നിൽക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കാരണം എന്താണ് എന്ന് കുട്ടി ചോദിക്കുന്ന സമയത്ത് അമ്മ വീണ്ടും മറുപടി പറയുന്നുണ്ട്, നമ്മൾ ഈ ഭൂമിയിൽ വീഴാതെ നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്കും ഈ ഭൂമിയിൽ വേരുകളുണ്ട് എന്നതാണ്. ഇപ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം, അമ്മ നമ്മുടെ വേരുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നതാണ് ചോദ്യം. അവിടെ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതായത് പരസ്പര സ്നേഹം, പരസ്പര വിശ്വാസം, സഹവർത്തിത്വം എന്നിവയാണ് വേരുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളത് കൃത്യമായ രീതിയിൽ പഠിച്ചു വെക്കണം. അപ്പം വേരുകൾ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് ചോദ്യമാണെങ്കിലും ഈ 3 നിങ്ങൾ പഠിച്ചു വെക്കണം. പരസ്പര സ്നേഹം, പരസ്പര വിശ്വാസം, സഹവർത്തിത്വം എന്നിവയാണ് വേരുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ 3 നമുക്ക് സ്നേഹിക്കാനും നമ്മളെ സ്നേഹിക്കാനുമുള്ള ആളുകളാണ് നമ്മളെ ഈ ഭൂമിയിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ സഹായിക്കുന്നത്. പരസ്പര വിശ്വാസം, അതുപോലെ തന്നെ സഹവർത്തിത്വം. അപ്പം ഈ 3 യാതൊരു കാരണവശാലും മറന്നു പോകരുത്. D. വിനയചന്ദ്രൻ്റെ വേരുകൾ എന്ന കഥ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ത് എന്ന് ചോദിച്ചു കഴിയുമ്പോഴും വേരുകൾ എന്ന കഥയുടെ ആശയം വിശദമാക്കാൻ വേണ്ടി ചോദിക്കുന്ന സമയത്തും അമ്മ നമ്മുടെ വേരുകൾ ഈ ഭൂമിയിൽ തന്നെ എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിക്കുന്ന സമയത്തും ഈ 3 കാര്യങ്ങൾ വളരെ വ്യക്തമായി പഠിച്ചു വയ്ക്കണം. ഇതാണ് വേരുകൾ എന്ന് പറയുന്ന D. വിനയചന്ദ്രൻ്റെ കഥയുടെ ആശയമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ പ്രവേശക പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി നമ്മൾ ആദ്യത്തെ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നു. നമുക്കറിയാം, ആദ്യത്തെ പാഠഭാഗം എന്ന് പറയുന്നത് ഏതാണ്? പ്ലാവില കഞ്ഞി എന്ന് പറയുന്ന ഭാഗമാണ്. തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന് പറയുന്ന നോവലിൻ്റെ 17ാമത്തെ അധ്യായമാണ് പ്ലാവില കഞ്ഞിയായി നമ്മൾ പഠിക്കുന്നത്. അറിയാം, ആദ്യത്തെ ചോദ്യം തന്നെ ഇതാണ്. രണ്ടിടങ്ങഴി എന്ന നോവലിൻ്റെ എത്രാമത്തെ അധ്യായമാണ് പ്ലാവില കഞ്ഞി എന്നതാണ് ചോദ്യം. നമുക്കറിയാം, രണ്ടിടങ്ങഴി എന്ന നോവലിൻ്റെ 17ാമത്തെ 17 മറന്നു പോകരുത്, 17ാമത്തെ അധ്യായമാണ് പ്ലാവില കഞ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പാഠഭാഗത്തിൽ നിന്നും പ്രധാനമായി വരുന്ന ചോദ്യങ്ങളെന്ന് മനസ്സിലാക്കാം. ഞാനിതിൻ്റെ ആശയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമതൊരു ചോദ്യം കൂടി നിങ്ങൾ പ്രതീക്ഷിക്കണം. പ്ലാവിലക്കഞ്ഞി എന്ന തലക്കെട്ടിൻ്റെ സവിശേഷത എന്ത് എന്നുള്ളതൊരു സാമാന്യമായ ചോദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ദാരിദ്ര്യത്തിൻ്റെ പ്രതീകമാണ് പ്ലാവിലക്കഞ്ഞി എന്ന് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യമായിട്ട് തലക്കെട്ടുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് പാഠത്തിൻ്റെ ആശയത്തിലേക്ക് പ്രവേശിക്കാം. പുഷ്പവേലിൽ ഔസേപ്പ് എന്ന് പറയുന്ന മുതലാളിയുടെ അക്കൊല്ലത്തെ പ്രധാനപ്പെട്ട ജോലിയാണ് 1 ഏക്കർ നിലം നികത്തിയിട്ട് അവിടെ ഒരു പുരയിടം വെക്കുക എന്നുള്ളത്. അതിനായി കോരനടക്കമുള്ള ആളുകൾക്ക് ഓരോ വള്ളവും കൊടുത്ത് അവിടേക്ക് പറഞ്ഞയക്കുന്നു. ആദ്യത്തെ ദിവസം കട്ടകുത്തായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുള്ള ജോലിക്കാർക്ക് പുഷ്പവേലിൽ ഔസേപ്പ് കൊടുക്കുന്ന കൂലി എത്രയായിരുന്നു എന്നുള്ളത് പഠിച്ചു വെക്കണം. നോക്കുക, 3/4 രൂപയായിരുന്നു പുഷ്പവേലിൽ ഔസേപ്പ് കൂലിയായിട്ട് അവർക്ക് നൽകിയത്. അപ്പം ആദ്യമായി അവർക്ക് കിട്ടിയ കൂലി എത്രയായിരുന്നു? 3/4 രൂപയായിരുന്നു.
ആ 3/4 രൂപ കിട്ടുന്ന സമയത്താണ് ഈ പാഠഭാഗത്തിലെ ആദ്യത്തെ കർഷക പ്രതിഷേധം നമ്മൾ കാണുന്നത്. നോക്കണേ, 3 കർഷക പ്രതിഷേധങ്ങളുടെ സൂചനകൾ ഈ പാഠഭാഗത്തിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. പരീക്ഷയ്ക്ക് വരാം. കർഷക പ്രതിഷേധങ്ങളുടെ സൂചനകൾ 3 കർഷക പ്രതിഷേധം. അതിൽ ഒന്നാമത്തെ കർഷക പ്രതിഷേധമാണ്. ഈ 3/4 രൂപ കിട്ടുന്ന സമയത്ത് കോരൻ ചോദിക്കുന്നുണ്ട്, തമ്പ്ര ഏന് നെല്ല് കൂലി മതി, ചക്രം വേണ്ട എന്ന് പറയുന്നിടത്താണ് ഒന്നാമത്തെ കർഷക പ്രതിഷേധം. അതായത് എങ്ങനെയാണ് അത് പ്രതിഷേധമായിട്ട് മാറുന്നത്? ആ 3/4 രൂപയുമായിട്ട് എല്ലാ ജോലിക്കാരും പോകുന്ന സമയത്ത് ഒരാൾ മാത്രം എന്ത് ചെയ്യുന്നു, തിരിച്ചു ചോദിക്കാനായി തയ്യാറായി എന്നിടത്താണ് ആദ്യത്തെ പ്രതിഷേധത്തിന്റെ സൂചന നമ്മൾ കാണുന്നത്. അപ്പൊ പുഷ്പവേൽ ഔസേപ്പ് എന്ത് പറയുന്നു? നെല്ലില്ല പിശാചിക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ ആട്ടിപ്പായിപ്പിക്കുന്നു. അങ്ങനെ ആ 3/4 രൂപയുമായിട്ട് കോരൻ എന്ത് ചെയ്തു? നെല്ല് അന്വേഷിച്ച് നടക്കുന്നിടത്താണ് അടുത്ത ഭാഗം ആരംഭിക്കുന്നത്. അവിടെ ഒരു ചോദ്യം പ്രതീക്ഷിക്കണം. കൈനകരിയിലൂടെ പോകുന്ന സമയത്ത് കോരൻ കണ്ട കാഴ്ചകൾ എന്തെല്ലാമായിരുന്നു? 2 മാർക്കിന്റെ ചോദ്യമായിട്ട് നമ്മൾ അവിടെ മനസ്സിലാക്കി വെക്കണം. കൈനകരിയിലൂടെ പോയ സമയത്ത് കോരൻ കണ്ട കാഴ്ചകൾ എന്തെല്ലാം? വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരമാണ്. ഒരു വലിയ കൃഷിക്കാരന്റെ വീടിന് മുമ്പിൽ കപ്പൽ പോലെയുള്ള 2 വലിയ വള്ളങ്ങൾ നിർത്തിയിട്ടുള്ള കാഴ്ച കോരൻ കാണുന്നു. ആ വള്ളങ്ങളിലേക്ക് ചാക്ക് കണക്കിന് നെല്ലുകൾ കയറ്റി അയക്കുന്ന കാഴ്ചയാണ് കൈനകരിയിലൂടെ പോയ സമയത്ത് കോരൻ കാണുന്നത്. ഒരു വലിയ കൃഷിക്കാരൻ്റെ വീടിന് മുമ്പിൽ കപ്പൽ പോലെയുള്ള 2 വലിയ വള്ളങ്ങളുണ്ട്. ആ വള്ളങ്ങളിലേക്ക് ചാക്ക് കണക്കിന് നെല്ലുകൾ കയറ്റി അയക്കുന്ന കാഴ്ച കോരൻ കാണുന്ന ആ കാഴ്ചയാണ് കൈനകരിയിലൂടെ പോയ സമയത്ത് രാത്രിയിൽ കോരൻ കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത്. അവിടെ രണ്ടാമത്തെ പ്രതിഷേധം ആരംഭിക്കുന്നുണ്ട്. എങ്ങനെയാണ് രണ്ടാമത്തെ പ്രതിഷേധം എന്ന് പറയുന്നത്? കോരൻ പറയുന്നുണ്ട്, രാത്രിയിൽ നടക്കുന്ന ഈ വ്യാപാരത്തിനെ പരസ്യപ്പെടുത്തിയാൽ എന്ത്? അല്ലെങ്കിൽ നെല്ല് കൂലി കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ പണിക്ക് പോവാതിരുന്നാൽ എന്ത് എന്ന് പറയുന്നിടത്ത് രണ്ടാമത്തെ കർഷക പ്രതിഷേധം നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ആദ്യത്തെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, തമ്പ്ര ഏന് നെല്ല് കൂലി മതി, ചക്രം വേണ്ട എന്ന് പറയുന്നിടത്ത് ഒന്നാമത്തെ കർഷക പ്രതിഷേധം. രണ്ടാമത്തെ എപ്പോഴാണ്? രാത്രിയിൽ നടക്കുന്ന ഈ വ്യാപാരത്തിനെ പരസ്യപ്പെടുത്തിയാൽ എന്ത്? നെല്ല് കൂലി കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ പണിക്ക് പോവാതിരുന്നാൽ എന്ത് എന്ന് കോരൻ വിചാരിക്കുന്നിടത്താണ് രണ്ടാമത്തെ കർഷക പ്രതിഷേധം നമ്മൾ കാണുന്നത്. അപ്പോൾ കോരൻ അറിയാം താൻ ഒറ്റപ്പെട്ടു പോവും എന്നുള്ള വസ്തുത അറിയുന്നത് കൊണ്ട് തന്നെ കോരൻ പ്രതിഷേധിക്കാൻ തയ്യാറാവുന്നില്ല. എവിടെയൊക്കെയോ അലഞ്ഞുകൊണ്ട് ആ 3/4 രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള അരിയും ആ കപ്പയുമായിട്ട് കോരൻ തൻ്റെ കുടിലേക്കായി വന്നു. അവിടെ തൻ്റെ സ്നേഹനിധിയായ ഭാര്യ ചിരതയിരിക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കി വെക്കണം. ഈ രണ്ടിടങ്ങഴി എന്ന് പറയുന്ന പാഠഭാഗത്തിൽ, അല്ലെങ്കിൽ പ്ലാവിലക്കഞ്ഞി എന്ന് പറയുന്ന പാഠഭാഗത്തിലെ കർഷക ഭാഷയ്ക്ക് ഉദാഹരണം എഴുതുക എന്ന് പറയുന്നൊരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം. കർഷക ഭാഷയ്ക്ക് അപ്പം നമ്മളതിൽ ചില വാക്കുകളൊക്കെ നിങ്ങളോട് ടീച്ചേഴ്സ് തന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പം ഹാര അത് എന്ന് ചിരുത്തി ചോദിക്കുന്നുണ്ട്. ഹാര, ആര എന്നല്ല, ഹാര. ഏനാടി, ഓള്. തമ്പ്ര ഏന് നെല്ലുകൂലി മതി, ചക്രം വേണ്ട എന്ന് പറയുന്നിടത്തൊക്കെ കുട്ടനാട്ടിലെ കർഷകർ സംസാരിക്കുന്ന ഭാഷയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് കർഷക ഭാഷയെ വളരെ വ്യക്തമായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു 3-4 ഉദാഹരണങ്ങൾ, വാക്കുകൾ നിങ്ങൾ അവിടെ കർഷക ഭാഷയ്ക്ക് ഉദാഹരണമായിട്ട് പഠിച്ചു വെക്കണം. ഇത് നമുക്ക് എവിടെ ഉപയോഗപ്പെടും? നമ്മുടെ എസ്സേ ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു പാരഗ്രാഫായിട്ട് പ്ലാവിലക്കഞ്ഞിയിൽ നിന്ന് എസ്സേ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എഴുതി വെക്കാൻ വേണ്ടി സാധിക്കും. കർഷക ഭാഷയ്ക്ക് ഉദാഹരണം എന്ന് പറയുന്നത് ഇവയൊക്കെയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ എഴുതി വെക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ചിരുത വാതിൽ തുറന്ന് കോരനും ചിരുതയും കൂടി അല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് കോരൻ ഒരു വാസ്തവം മനസ്സിലാക്കുന്നു. എന്താ വാസ്തവം? ഞാൻ അന്ന് ഉച്ചയ്ക്ക് പുഷ്പവേലിൽ നിന്ന് കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്ന് ഉച്ചയ്ക്ക് പുഷ്പവേലിൽ നിന്ന് കോരൻ കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു, ചിരുത ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ? അവിടെ ഒരു ചോദ്യം പ്രതീക്ഷിക്കണം. കോരനും ചിരുതയും തമ്മിലുള്ള ഇണക്കങ്ങളെയും പിണക്കങ്ങളെയും എഴുത്തുകാരൻ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉത്തരം കൂടിയാണ് അവിടെ നമ്മൾ ഉത്തരം എങ്ങനെ എഴുതി വെക്കണം? കോരൻ അന്ന് ഉച്ചയ്ക്ക് പുഷ്പവേലിൽ നിന്ന് കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു, ചിരുത അന്ന് ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കോരൻ എന്ത് പറഞ്ഞു? ഏന് മയറ്റില് ഒരു കമ്പിതമിടേ എന്ന് നുണ പറയുന്നുണ്ട് അല്ലേ? അപ്പൊ ചിരുത പറയുന്നുണ്ട്, നിങ്ങൾ കുടിക്കുന്നില്ലെങ്കിൽ വേണ്ട, എന്നാൽ ഏനും കുടിക്കത്തില്ല അല്ലേ? നിങ്ങൾ കുടിക്കുന്നില്ലെങ്കിൽ ഞാനും കുടിക്കത്തില്ല. അവസാനം ചിരുതയുടെ സ്നേഹത്തിന് മുമ്പിൽ കീഴ്പ്പെട്ടുകൊണ്ട് 2 പേര് അവിടെ ആ എരിയുന്ന അടുപ്പിന് ചുറ്റി വരുന്നുകൊണ്ട് കഞ്ഞി കുടിക്കുന്നു. അപ്പോഴും ചിരുത ചോദിക്കുന്നുണ്ട്, ഇത് കഞ്ഞി കുടിക്കുന്ന ഭാവമല്ലേ ഉള്ളൂ എന്ന് ചിരുത പറയുന്നുണ്ട്. അപ്പൊ കോരൻ പറയുന്നു, അല്ലടി ഏൻ കുടിക്കുക. എന്തൊരു സ്നേഹമാണ് അവർ തമ്മിൽ അല്ലേ? അങ്ങനെ 2 പേരും എന്ത് ചെയ്യുന്നു? ആ എരിയുന്ന അടുപ്പിന് ചുറ്റി വരുന്നുകൊണ്ട് കഞ്ഞി കുടിക്കുന്നു. അതിൽ നിന്ന് അല്പം കഞ്ഞിയും കുറച്ച് കപ്പയും ചിരുത അടുത്ത ദിവസത്തേക്കായി മാറ്റിവെക്കുന്നുണ്ട്. അത് കോരൻ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ
പിറ്റേ ദിവസം ആ മാറ്റി വെച്ചതൊരു വഴക്കിന് കാരണമാവുന്നത്. എന്തിനാ വഴക്ക് എന്ന് പറയുന്നത്? കോരൻ എല്ലാം കഴിച്ചു എന്നതിൻ്റെ പേരിലല്ല വഴക്കുണ്ടായത്, അതിൽ നിന്ന് അല്പം പോലും ചിരത കഴിച്ചില്ല എന്നതിൻ്റെ പേരിലായിരുന്നു വഴക്കുണ്ടായത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതുവരെയുള്ള ഭാഗത്താണ് കോരനും ചിരതയും തമ്മിലുള്ള ഇണക്കങ്ങളെയും പിണക്കങ്ങളെയും എങ്ങനെയാണ് എഴുത്തുകാരൻ അടയാളപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ അവർ തമ്മിലുള്ള ഇണക്കങ്ങളെയും പിണക്കങ്ങളെയും വളരെ കൃത്യമായിട്ട് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചു. അങ്ങനെ പിറ്റേ ദിവസം കോരൻ വരുന്ന സമയത്ത് കോരന് കിട്ടിയ കൂലി എത്രയായിരുന്നു? ആ 3/4 രൂപയിൽ നിന്ന് 1 രൂപയിലേക്ക് കോരൻ്റെ കൂലി മാറി. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കിട്ടിയ കൂലി 3/4 രൂപയാണ് എന്ന് പഠിച്ചു വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അല്ലേ. ആ 3/4 രൂപയിൽ നിന്ന് 1 രൂപയിലേക്ക് കൂലി മാറിയപ്പോൾ ആ 1 രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള അരിയും കപ്പയുമായിട്ട് കോരൻ തൻ്റെ കുടിലേക്ക് വന്ന് കഴിയുന്ന സമയത്ത് അവിടെ തൻ്റെ സ്നേഹനിധിയായ അപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ എരിയുന്ന മണ്ണെണ്ണ വിളക്കത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് കോരൻ മനസ്സിലാക്കുന്നുണ്ട് അത് തൻ്റെ അപ്പനായിരുന്നു. കാരണം ചിരതയെ മോളെ എന്ന് വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് വരുന്നൊരു ചോദ്യമാണ്, അത് കണ്ണു തണുപ്പിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു. ഏതായിരുന്നു ആ കാഴ്ച? അപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ടീച്ചേഴ്സ് നിങ്ങളോട് അടയാളപ്പെടുത്തി വെക്കാൻ പറഞ്ഞൊരു വാക്കാണ്, അത് കണ്ണു തണുപ്പിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു അല്ലേ. കോരനും ചിരതയും ഒരുപാട് നാളുകൾക്ക് ശേഷം അപ്പൻ കോരനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ചിരതയും അപ്പനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ കാഴ്ച കോരൻ കാണുന്നുണ്ട്. ചിരതയെ മോളെ എന്ന് അപ്പൻ വിളിക്കുന്ന ആ സുന്ദരമായ കാഴ്ച കൂടി, ആ കേൾവി കൂടി ആര് കേൾക്കുന്നു? കോരൻ കേൾക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ വിശേഷിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അത് കണ്ണ് തണുപ്പിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ കോരൻ അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പൻ മകനെ കണ്ട സന്തോഷത്തിന് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പൻ വീഴാൻ വേണ്ടി പോകുന്ന സമയത്ത് കോരൻ അപ്പനെ പിടിക്കുന്നുണ്ട്. ഇതെന്താ അപ്പ ദേഹമാസകല നീരായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പൻ്റെ ദേഹമാസകല നീരായിരുന്നു. ഇവിടെ അടുത്തൊരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം. ആ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? അതെന്തൊരു അക്ഷന്തവ്യമായ അപരാധമായിരുന്നു എന്ന് കോരന് തോന്നാനുണ്ടായ കാരണമെന്ത്? നമുക്കറിയാം, പ്രീ മോഡൽ പരീക്ഷയുടെ ഭാഗമായിട്ട് വന്ന ചോദ്യ പേപ്പറിലൊരു ചോദ്യമായിരുന്നു, അതെന്തൊരു അക്ഷന്തവ്യമായ അപരാധം. അക്ഷന്തവ്യമായ അപരാധം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റ്. എന്താ പൊറുക്കാനാവാത്ത തെറ്റ് എന്ന് പറയുന്നത്? ചിരതയുമായി വിവാഹം കഴിഞ്ഞതിന് ശേഷം അപ്പനുമായി ഉണ്ടായിട്ടുള്ള തർക്കത്തിന്റെ പേരിൽ ഇപ്പൊ അപ്പനെ തകഴിയിൽ തനിച്ചാക്കി മാറി താമസിക്കുകയാണ് കോരനും ചിരതയും അല്ലെ. അപ്പന് വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഇന്ന് അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് ദിവസം 10 എന്ന് അപ്പൻ പറയുന്നുണ്ട്. അപ്പം തന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ അപ്പൻ ഈ ഒരു അവസ്ഥ ഒരിക്കലും വരുമായിരുന്നില്ല എന്ന് ആര് വിചാരിക്കുന്നുണ്ട്? കോരൻ വിചാരിക്കുന്നുണ്ട്. ഇതാണ് അക്ഷന്തവ്യമായ അപരാധം. ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് താൻ അപ്പനോട് ചെയ്തതെന്ന് കോരൻ പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ തന്നെ ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം, കഥാപാത്ര നിരൂപണം. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇതിൽ കഥാപാത്ര നിരൂപണം വളരെ വ്യക്തമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കഥാപാത്ര നിരൂപണം നിങ്ങൾ നോക്കി വെക്കണം. ഒന്ന് പുഷ്പവേലിൽ ഔസേപ്പിൻ്റെ കഥാപാത്ര നിരൂപണം ചോദിക്കാം, കോരൻ്റെ കഥാപാത്ര നിരൂപണം ചോദിക്കാം, അപ്പൻ്റെ കഥാപാത്ര നിരൂപണം ചോദിക്കാം, അതുപോലെ തന്നെ ചിരതയുടെ കഥാപാത്ര നിരൂപണം ചോദിക്കാം അല്ലെ. അപ്പൻ്റെ കഥാപാത്ര നിരൂപണമൊക്കെ എങ്ങനെയാണ്? തൻ്റെ 8ാമത്തെ വയസ്സിൽ ഒരു വലിയ കൃഷിക്കാരൻ്റെ കീഴിൽ ജോലിക്ക് ചേർന്ന ആളായിരുന്നു അപ്പൻ എന്ന് പറയുന്നത്. എത്രയോ കോടിപ്പറ നെല്ല് അപ്പൻ കൊയ്തിട്ടുണ്ട്, എത്രയോ കോടിപ്പറ നെല്ല് അപ്പൻ മെതിച്ചിട്ടുണ്ട്, എത്രയോ കോടിക്കണക്കിന് ആളുകളുടെ വയറ് അപ്പൻ കാരണം നിറഞ്ഞിട്ടുണ്ട്. ആ അപ്പൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താണ്? അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കണം എന്നാണ് അല്ലേ. അപ്പോൾ കോരൻ ചിരതയോട് ചോദിക്കുന്നുണ്ട്, നീ അപ്പന് വല്ലതും കൊടുത്തോ? അപ്പോൾ ചിരത പറയുന്നുണ്ട്, ഇന്നലെ ഒരു മുറം നെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വിറ്റ് കിട്ടിയ പൈസയ്ക്ക് അരി വാങ്ങി കഞ്ഞി വെച്ച് ഞങ്ങ കുടിച്ചു എന്ന് ചിരത പറയുന്ന സമയത്ത് അപ്പൻ പറയുന്നുണ്ട്, ഞങ്ങയല്ല ഏനാ കുടിച്ചത്, ഓള് കുടിച്ചില്ല, ഓള് കോരി തന്നു എന്ന് പറയുന്ന സമയത്ത് ചിരത കൃതകൃത്യയായി. പരീക്ഷയ്ക്ക് വരുന്ന അടുത്തൊരു ചോദ്യമാണ്, ചിരത കൃതകൃത്യയാവാനുള്ള കാരണമെന്ത്? എവിടെ നിന്നാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്? കോരൻ ചിരതയോടായി ചോദിച്ചു, നീ അപ്പന് വല്ലതും കൊടുത്തു? അപ്പം ചിരത പറഞ്ഞു, ഇന്നലെ ഒരു മുറം നെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വിറ്റ് കിട്ടിയ പൈസയ്ക്ക് അരി വാങ്ങി കഞ്ഞി വെച്ച് ഞങ്ങ കുടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു, ഞങ്ങയല്ല ഏനാ കുടിച്ചത്, ഓള് കുടിച്ചില്ല, ഓള് കോരി തന്നു എന്ന് പറയുന്നിടത്താണ് ചിരത കൃതകൃത്യയായി എന്ന് പറയാനുള്ള കാരണം. അങ്ങനെ അവർ 3 പേരും കൂടി ഒരുമിച്ചിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. 10 പ്ലാവിലെ കഞ്ഞി കോരി കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കിനും വൃദ്ധനൊരു നീണ്ട എമ്പക്കം മുട്ടു. അത് കേട്ട് കോരനും സന്തോഷമായി. അങ്ങനെ ഈ പാഠഭാഗത്തിൽ ഏറ്റവും അവസാനത്തെ വാക്ക് 3ാമത്തെ പ്രതിഷേധം. ഏതാ പ്രതിഷേധം എന്ന് പറയുന്നത്? ഇന്ന് നെല്ലുകൂലി കിട്ടിയേ മതിയാകൂ, അപ്പൻ ഒരു നേരമെങ്കിലും വയറ് നിറച്ച് ചോറ് കൊടുക്കണം എന്ന് കോരൻ വിചാരിക്കുന്നിടത്ത് ഇതിലെ 3ാമത്തെ പ്രതിഷേധം കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നു അല്ലേ. അപ്പൻ ഒരു നേരമെങ്കിലും വയറ് നിറച്ച് ചോറ് കൊടുക്കണം, ഇന്ന് നെല്ലുകൂലി കിട്ടിയേ മതിയാകൂ എന്ന് കോരൻ വിചാരിക്കുന്നിടത്ത് 3ാമത്തെ പ്രതിഷേധം. ആദ്യത്തെ എന്തായിരുന്നു? തമ്പ്ര നെല്ലുകൂലി മതി, ചക്രം വേണ്ട എന്ന് പറയുന്നിടത്ത് 1ാമത്തെ.
രണ്ട്, രാത്രിയിൽ നടക്കുന്ന ഈ വ്യാപാരത്തിനെ പരസ്യപ്പെടുത്തിയാൽ എന്ത്? നെല്ല് കൂലി കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ പണിക്ക് പോകാതിരുന്നാൽ എന്ത് എന്ന് കോരം വിചാരിക്കുന്നിടത്ത് രണ്ടാമത്തെ കർഷക പ്രതിഷേധം. മൂന്നാമത്തത്, അപ്പന് ഒരു നേരമെങ്കിലും വയറ് നിറച്ച് കഞ്ഞി കൊടുക്കണം, ഇല്ല ചോറ് കൊടുക്കണം, ഇന്ന് നെല്ല് കൂലി കിട്ടിയേ മതിയാകും എന്ന് കോരം വിചാരിക്കുന്നിടത്ത് മൂന്നാമത്തെ പ്രതിഷേധം. അപ്പോൾ ഇത്ര ചോദ്യങ്ങളാണ് ഈ ആദ്യത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ കേൾക്കണം. ഞാൻ ഈ ക്ലാസ്സുകൾ ഏറ്റവും ചുരുക്കിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. വിശദമായ നോട്ടുകൾ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതുകൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ 2 or 3 വട്ടം നിങ്ങൾ ആവർത്തിച്ച് കേട്ടുകൊണ്ട് ആശയങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ രണ്ടാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.